ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, ഹലോ സർ, എൻ്റെ ഒപ്പം വന്ദനയുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമോശം തോന്നിപ്പിക്കല്ലേ ദേവി. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ എന്റെ അച്ഛൻ. കൊട്ടാരം വിട്ടിറങ്ങി മക്കൾക്ക് വേണ്ടി കരിയും പുകയും കൊണ്ടവളാ എന്റെ അമ്മ. ഈശ്വര, ഞാനിനി അവരെ എവിടെ പോയി അന്വേഷിക്കണം ദേവി? വന്ദനേച്ചി, വന്ദനേച്ചി എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ അച്ഛനും അമ്മയും തിരക്കി ഇറങ്ങിയതാ. വന്ദന വീട്ടിലേക്ക് പൊയ്ക്കോ. അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കല്ലേ. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്ദനയ്ക്കല്ലേ പറ്റൂ. വയ്യ, എനിക്ക് അവിടെ നിന്ന് ഒരു സമാധാനം കിട്ടില്ല ജഗൻ. മനോജ് വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ ജഗന്റെ കൂടെ പോവാം. ഇന്ന് ആലയും വീട്ടിലേക്ക് ചെല്ലേ. എല്ലാവർക്കും ഒരു ധൈര്യം കൊടുക്കും. ഞാനും വന്ദനെ കൂടി തിരക്കി പോകണം. വന്ദനേച്ചി എന്ന അളിയൻ്റെ കൂടെ പൊക്കൂ. ഞാൻ അച്ഛനെ അമ്മയെ കണ്ടെത്തിയിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. അല്ല, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിച്ച് പറയാം. വന്ദനെ ചെല്ല്. എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിൽ കാണുന്നവരെ ഇവിടെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? രണ്ടുപേർക്കും ഒരു കള്ള ലക്ഷണമുണ്ട്. അല്ലതും മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും അല്ലേ? ഫോട്ടോയും കൊണ്ട് ഇങ്ങനെ തേരാപ്പേര നടന്നാ പോരാ, സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യണം. വന്ദന, പ്രായം ചെന്നവരാണല്ലേ? അതെ സാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബോഡികൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ?
നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോന്ന്? ഇല്ല സാർ, ഇവിടെ ഉള്ള ആൾക്കാരല്ല. 4:30-ക്കുള്ള കന്യാകുമാരി ചെന്നൈ എക്സ്പ്രസ് പോയതിനു ശേഷമാ ബോഡി കണ്ടത്. ആ വണ്ടി ഇടിക്കാനാ സാധ്യത. ഹലോ, ഞാനിപ്പോ സ്റ്റേഷനിലില്ല. ട്രെയിൻ തട്ടി 2 പേര് മരിച്ചു. അവിടെ നിൽക്കുക. ആ ശരി, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. ജെയിംസേ, വിളിച്ചിട്ട് വേണം വരാൻ. ആ, പേപ്പർ വർക്കൊക്കെ ചെയ്യണം. സാർ, സാറേ, ഇത് ബോഡിയുടെ അരികിൽ നിന്ന് കിട്ടിയതാണ്. മാധവൻ നായർ. ഹലോ, ഞാനാ റോക്കിയ. ഒരു മാൻ മിസ്സിംഗ് കേസ് വന്നില്ലേ? അതെ അതെ അതെ, ഭാര്യയും ഭർത്താവും. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കേ, വേഗം വേണം. ഇവിടേക്ക് ഒന്നുകൂടി നോക്ക്, വല്ല മൊബൈലോ പേഴ്സോ മറ്റോ ഉണ്ടോന്നോ. സാർ, ഏതായാലും മാൻ മിസ്സിംഗിന്റെ പരാതിയുടെ ഡീറ്റെയിൽസ് വരട്ടെ. താൻ ഈ പരിസരത്തിന്റെയൊക്കെ ഒരു വീഡിയോ എടുത്തോ. ശരി സാർ. ഹലോ, ഇല്ലടോ, ഒരു ആക്സിഡന്റ് കേസുമായിട്ട് നിൽക്കുക. ഏതോ മാരണങ്ങള് ട്രെയിൻ തട്ടിയതാ. ജോലി ഇതായി പോയില്ലേ? ശരി, ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം. ആ സർ, ഹലോ സർ, എൻ്റെ ഒപ്പം വന്ദനയുണ്ട്. എന്താ പ്രശ്നം? എന്താ പറഞ്ഞത്? അച്ഛനും അമ്മയും കുറിച്ചാണോ പറഞ്ഞത്? ഒന്നുമില്ല, വന്ദന വണ്ടി കയറും. മാനത്തെ കൊട്ടാ